ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത 18 മാസത്തിനുള്ളിൽ മാരുതി സുസുക്കി ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്ന 8 വാഹനങ്ങളെ പറ്റിയാണ്. നമുക്കറിയാം 2019 കഴിഞ്ഞ പിന്നെ 2021 വരെ മാരുതി സുസുക്കി വാഹനങ്ങൾ പുതിയതായിട്ട് ഇറക്കുന്നതിൽ അത്ര ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. 2020 അവരൊന്നും ചെയ്തിട്ടില്ല. 2021 സ്വിഫ്റ്റ് ഫേസ് ലിഫ്റ്റും അതുപോലെ പുതിയ സെക്കൻഡ് ജെൻ സെലേറിയും മാത്രമാണ് ഇറക്കിയത്. അതിനുശേഷം അവരിപ്പോൾ 2022 വളരെ ആക്റ്റീവ് ആവാൻ പോവാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ വരാൻ പോകുന്നത് മാരുതി സുസുക്കി സെലേറിയോയുടെ CNG വേർഷനാണ്. ഇതാണ് നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ വാഹനം. ഇതിപ്പോൾ 2022 ജാനുവരി അവസാനത്തോടു കൂടി ഈ വാഹനം അവർ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യും. ഇതിപ്പോൾ അവർ ശരിക്കും ഈ വാഹനം റിവീൽ ചെയ്ത സമയത്ത്, അതായത് 2021 തന്നെ ഈ വാഹനത്തിന് ലോഞ്ച് ഇവൻ്റെ ഭാഗമായിട്ടുള്ള Q&A സെഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിൽ അവർ പറഞ്ഞിരുന്നു അവരിതിൻ്റെ ഒരു CNG വേർഷൻ കൂടി വൈകാതെ തന്നെ അവതരിപ്പിക്കുന്നതായിരിക്കുമെന്ന്. പുതിയ സെലേറിയോയിൽ മാരുതി സുസുക്കി കൊടുത്തിരുന്ന K10C എന്ന് പറയുന്ന അവരുടെ ഒരു ഗ്ലോബൽ എഞ്ചിനാണ്. ഇപ്പം നിലവിൽ ഇന്ത്യയിൽ ഈ എഞ്ചിൻ വെച്ചിട്ടുള്ള ആകെ ഒരു വാഹനം ഈ സെലേറിയോ തന്നെയാണ്. മറ്റൊരു വാഹനത്തിലും ഈ എഞ്ചിൻ വരുന്നില്ല. K10B ആണ് മറ്റുള്ള വാഹനങ്ങളിലൊക്കെ വരുന്നത്. ഇതിനിപ്പോൾ പവർ നോക്കുകയാണെങ്കിൽ നോർമൽ പെട്രോൾ മോഡൽ 65.7 bhp ആണ് വരുന്നത്. ഇതിപ്പോൾ CNG മോഡലിലേക്ക് വരുമ്പോൾ എന്തായാലും ഇതിൻ്റെ പവറും ടോർക്കും കാര്യങ്ങളും എല്ലാം തന്നെ കുറയും. പക്ഷേ ഇതിൻ്റെ മൈലേജ് എന്തായാലും വൻ മൈലേജ് തന്നെ ആയിരിക്കും ഈ വാഹനത്തിൽ അവർ ക്ലെയിം ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ നിലവിലുള്ള CNG വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ മൈലേജ് ക്ലെയിം ചെയ്യപ്പെടാൻ പോകുന്ന വാഹനം ഇത് തന്നെ ആയിരിക്കാം. ഇതിൻ്റെ ഇപ്പോൾ പെട്രോൾ വാഹനത്തിൽ തന്നെ അവർ 26.6 mpl മൈലേജ് ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് CNGയിലും കൂടെ വരുമ്പോൾ പിന്നെ പറയാനില്ലല്ലോ. ഇനി അടുത്ത വാഹനം ബലേനോ ഫേസ് ലിഫ്റ്റ് ആണ്. ഇപ്പോൾ ബലേനോയ്ക്ക് എന്തായാലും ജനറേഷൻ അപ്ഡേറ്റ് ഒന്നും എപ്പോഴും കിട്ടാൻ പോകുന്നില്ല. ഒരു ഫേസ് ലിഫ്റ്റ് അപ്ഡേറ്റ് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. പക്ഷേ ഈ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പം ഇത് ചെറിയൊരു മൈനർ ഫേസ് ലിഫ്റ്റ് അല്ല. നമ്മളിപ്പോൾ 2021 സ്വിഫ്റ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് ഒക്കെ കണ്ടു. പക്ഷേ ഇത് അതുപോലെയൊന്നുമല്ല. ഈ വാഹനത്തിൽ മേജർ ആയിട്ടുള്ള ചേഞ്ചസ് തന്നെ അവർ ചെയ്യുന്നതായിരിക്കും. അറ്റ്ലീസ്റ്റ് മാരുതി സുസുക്കിയുടെ സ്റ്റാൻഡേർഡ്സ് വെച്ച ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മേജർ ചേഞ്ചസ് എന്തായാലും ഈ വാഹനത്തിൽ ചെയ്യും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ഇൻഫോടൈം സിസ്റ്റം മാറി കുറച്ചുകൂടെ സൈസ് കൂടിയ 8 ഇഞ്ചസിൻ്റെ ഇൻഫോടൈം സിസ്റ്റം വരും. ക്രൂസ് കൺട്രോൾ പുതിയതായി ആഡ് ആവും. സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ ഇപ്പോൾ പുതിയ സ്വിഫ്റ്റ് ഫേസ് ലിഫ്റ്റിൽ വന്ന പോലെ തന്നെ ആവും. പിന്നെ എക്സ്റ്റേണലാണെങ്കിലും ഈ വാഹനത്തിന് ഗ്രില്ല് ചേഞ്ച് ആവും. ഹെഡ് ലാംപ്സിൻ്റെ ഡിസൈൻ കുറച്ചുകൂടെ സ്ലീക്ക് ആവും. ഇങ്ങനെ കുറച്ചൊക്കെ അപ്ഗ്രേഡ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ ഇവർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ എക്സ്റ്റീരിയറിൽ ഓഫ് കോഴ്സ് അലോയ്സിൻ്റെ ഡിസൈനും അവർ ചേഞ്ച് ചെയ്യും. ഓവറോൾ ഈ വാഹനത്തിന് ഇന്റീരിയർ ഡിസൈൻ ആണെങ്കിൽ തന്നെ പുതിയ എസ്ക്രോസ് ഫേസ് ലിഫ്റ്റ് നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അവരിതിപ്പോൾ ഗ്ലോബലി റിവീൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം അതിൻ്റെ ഇന്റീരിയറുമായിട്ട് ഈ വാഹനത്തിന് ഇന്റീരിയറിനും സാമ്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ ക്ലൈമറ്റ് കൺട്രോൾ നോബ്സ്, അതായത് ഓട്ടോ AC-യുടെ ആ പാനലാണെങ്കിലും അത് അവർ മാറ്റും. ഇങ്ങനെ കുറേ അപ്ഗ്രേഡ്സ് ഈ ഒരു വാഹനത്തിൽ പുതിയതായി 2022 ഫെബ്രുവരിയിൽ വരാൻ പോകുന്നുണ്ട്. ഫെബ്രുവരി ലാസ്റ്റ് വീക്കിലാണ് ഈ വാഹനത്തിന് ലോഞ്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഞാനിതിനെപ്പറ്റി ഇതിനു മുമ്പ് പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ വീഡിയോസാണ് കാണുന്നതെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഇപ്പോൾ ബട്ടണിൽ കൊടുത്തേക്കാം. ഇനി അടുത്ത വാഹനം പുതിയ ബ്രെസ ഫേസ് ലിഫ്റ്റ് ആണ്. ഈ വാഹനത്തിലും ഒരു മേജർ ഫേസ് ലിഫ്റ്റ് തന്നെയാണ് 2022 കിട്ടാൻ പോകുന്നത്. ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ഹാഫ് ഓഫ് 2022 എന്നാണ്. അതായത് ജൂണിന് ശേഷമായിരിക്കും ഈ വാഹനത്തിൻ്റെ ലോഞ്ച് ഒഫീഷ്യലി വരാൻ പോകുന്നത്. ഇതിൻ്റെ പ്രൈസസും കുറച്ച് കൂടാനൊരു സാധ്യതയുണ്ട്. പക്ഷേ പ്രൈസ് കൂടുമെങ്കിലും ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇപ്പോഴിൽ നിന്നും വളരെ മെച്ചപ്പെടും. കാരണം ഇപ്പോൾ ഇതിലങ്ങനെ വലിയ ഗിമിക്സ് എന്നൊന്നും പറയാൻ മാത്രം ഫീച്ചേഴ്സ് വരുന്നില്ല. പക്ഷേ അപ്കമിംഗ് മോഡൽ ഒരു ഇലക്ട്രിക് സൺറൂഫ് എക്സ്പെക്റ്റഡ് ആണ്. പുതിയ ഇൻഫോടൈം സിസ്റ്റം ഒന്നെങ്കിൽ 8 ഇഞ്ചസിൻ്റെ ഇൻഫോടൈം സിസ്റ്റം ആയിരിക്കാം, അതുമല്ലെങ്കിൽ 9 ഇഞ്ചസിൻ്റെ ഇൻഫോടൈം സിസ്റ്റം ആയിരിക്കും. ഇത് രണ്ടും നമ്മൾ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ ഈ വാഹനത്തിൽ മാറും. ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗ് മോണറ്റ് കൺട്രോൾസ് ഒക്കെ തന്നെ അടങ്ങുന്ന പുതിയ സ്വിഫ്റ്റിൻ്റെ അല്ലെങ്കിൽ XL6ൻ്റെ സ്റ്റിയറിംഗ് വീൽ ആയിരിക്കും ഈ വാഹനത്തിലും അവർ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ ഓവറോൾ ഹെഡ് ലാംപ്സിൻ്റെ ഡിസൈനും അതുപോലെ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനും എല്ലാം കൂടെ കുറച്ചും കൂടെ സ്ലീക്ക് ആക്കും. പിന്നെ അലോയ്സിൻ്റെ ഡിസൈൻ മാറ്റി ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ അവർ ചെയ്യുന്നത്. ഇതിൻ്റെയും സ്പൈ ഷോട്ട്സ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കും ഇപ്പോൾ നിങ്ങൾക്ക് ബട്ടണിൽ കൊടുത്തേക്കാം. കാരണം ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ലെങ്ത് ഒരുപാട് കൂടി പോകും. ഇനി അടുത്ത വാഹനം എർട്ടിഗ ഫേസ് ലിഫ്റ്റ് ആണ്. ഇതിപ്പോൾ റോഡ് ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ പല പ്രാവശ്യം സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും നോട്ട് ചെയ്തിട്ടില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഫീച്ചേഴ്സിൻ്റെ അപ്ഗ്രേഡേഷനൊക്കെ ആയിരിക്കാം ഈ വാഹനത്തിൽ അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ എർട്ടിഗയിൽ ക്രൂസ് കൺട്രോൾ ഒന്നും വരുന്നില്ല. അപ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇതിൽ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാനായിരിക്കും. ഇതിലിപ്പോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ അലോയ്സിൽ പോലും അങ്ങനെ സൈഡിൽ വലിയ ചേഞ്ച് ഒന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും അത് കാത്തിരുന്ന് കാണാം. ചെറിയൊരു മൈനർ ഫേസ് ലിഫ്റ്റ് ആയിരിക്കാനാണ് സാധ്യത. ഇതിലങ്ങനെ വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും വെച്ച് പോകേണ്ട ആവശ്യമില്ല. ഈവൻ അവർ ഈ വാഹനത്തിൽ ക്യാമോഫ്ലാഷ് ഒന്നും ഇല്ലാണ്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ക്യാമോഫ്ലാഷ് ഉണ്ടെന്ന് പറയാനാണെങ്കിൽ തന്നെ അത് ഇതിൻ്റെ ഗ്രില്ലിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഗ്രില്ലിൻ്റെ ഡിസൈൻ എങ്കിലും ചേഞ്ച് ആവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി അടുത്ത വാഹനം ഇതുപോലെ തന്നെ XL6 ആണ്. അതായത് എർട്ടിഗയുടെ തന്നെ ഒരു പ്രീമിയം വേർഷൻ ആണെന്ന് പറയാം. ഇതിലും ഒരു ഫേസ് ലിഫ്റ്റ് 2022 തന്നെ മാരുതി സുസുക്കി കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതും ഇപ്പോൾ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ അലോയ്സിൻ്റെ ചേഞ്ചസ് സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചോട് കൂടി ഈ വാഹനം ഫേസ് ലിഫ്റ്റ് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ XL7 എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ വേരിയൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ XL6ന് പകരം അവർ ചിലപ്പോൾ ആ ഒരു വേരിയൻറ്റ് ഇന്ത്യയിൽ കൊണ്ടുവരാനും ഒരു ചാൻസ് ഉണ്ട്. കാരണം ഇതിപ്പോൾ സ്പോട്ട് ചെയ്യപ്പെട്ട വാഹനത്തിൻ്റെ അലോയ്സ് ശരിക്കും XL7ൻ്റെ ആണ്. ഈ രണ്ട് വാഹനങ്ങളുടെയും എക്സ്പെക്റ്റഡ് ലോഞ്ച് ഡേറ്റ് 2022 സെക്കൻഡ് ഹാഫോട് കൂടിയാണ്. ഇതിലും ചെറിയൊരു പ്രൈസേക്ക് പ്രതീക്ഷിക്കാം ഈ ഫേസ് ലിഫ്റ്റ് മോഡൽ വരുമ്പോൾ. ഇനി അടുത്തത് എല്ലാവരും കുറേ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു വാഹനമാണ്. ഞാൻ ഈ പേര് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിരിക്കുമായിരിക്കും. മാരുതി സുസുക്കിയുടെ ജിംനിയാണ് അടുത്ത വാഹനം. ഇതിപ്പോൾ ഒരുപാട് കാലങ്ങളായി ഇന്ന് വരും, നാളെ വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതുവരെ വരാത്തൊരു വാഹനമാണ്. പക്ഷേ
ഇതിനിപ്പോൾ ഒഫീഷ്യലി മാരുതി സുസുക്കിയുടെ ഭാഗത്തുനിന്ന് ഒരു ടിക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഇപ്പോഴത്തെ മീഡിയ റിപ്പോർട്ട്സ് എല്ലാം തന്നെ സജസ്റ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ എത്രമാത്രം ഡിപ്പെൻഡബിൾ ആണ് എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ വാഹനം 2022 തന്നെ വരണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇതിപ്പോൾ 2022 വരുന്നിപ്പോൾ ചില ഡീലർഷിപ്സിൽ അവർ പറയുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അങ്ങനെ ഒരു ന്യൂസ് എനിക്ക് കിട്ടി. എന്തായാലും 2022 അല്ലെങ്കിൽ 2023 ഈ ഒരു വാഹനം വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ഒരു 5 ഡോർ വേർഷൻ വരുമെന്നൊക്കെ ആയിരുന്നു ഒരു കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു കാലത്ത് അവർ പറയുന്നു 3 ഡോർ വേർഷൻ തന്നെയാണ് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. ചില സമയത്ത് അവർ പറയുന്നു ഇല്ല ഞങ്ങൾ 5 ഡോർ വേർഷൻ തന്നെ കൊണ്ടുവരുന്നത്. ഇതിലിപ്പോൾ എന്ത് നടക്കുമെന്ന് എന്തായാലും ഇപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായി പോകും. എന്തായാലും ഈ വാഹനം വരികയാണെങ്കിൽ ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊന്നും മാറ്റമൊന്നും ഉണ്ടാവില്ല. സെയിം 1.5 ലിറ്റർ K15B പെട്രോൾ എഞ്ചിൻ തന്നെയായിരിക്കും ഈ ഒരു വാഹനത്തിൽ വരാൻ പോകുന്നത്. 105 PS പവറും 138 ന്യൂട്ടൺ മീറ്റേഴ്സിന്റെ ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ ടോട്ടൽ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത വാഹനം മാരുതി സുസുക്കിയും ടൊയോട്ടയും കൂടി ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ക്രെറ്റ റൈവൽ SUV ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു അബോവ് 4 മീറ്റർ കോമ്പാക്ട് SUV ആണെന്ന് പറയാം. ഇതിന്റെ പേര് അവർ കോഡ് നെയിം കൊടുത്തിരിക്കുന്ന YFG എന്നാണ്. പക്ഷേ ഇത് ജസ്റ്റ് കോഡ് നെയിം ആണ്. ഈ വാഹനത്തിന്റെ ശരിക്കുള്ള പേരെന്താണെന്ന് അവർ ഇതുവരെ പേറ്റന്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവർ പേറ്റന്റ് ചെയ്ത് പുറത്തു വിട്ടിട്ടില്ല. ഇതെന്തായാലും 2022 വരാൻ പോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അവർ പറഞ്ഞിരിക്കുന്ന അടുത്ത 18 മാസത്തിനുള്ളിൽ എന്നാണ്. അപ്പോൾ ചിലപ്പോൾ 2022 വന്നില്ലെങ്കിൽ ഈ വാഹനം 2023 ഫസ്റ്റ് ഹാഫിൽ തീർച്ചയായും വരും എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ ഇത് വരികയാണെങ്കിൽ തന്നെ മാരുതി സുസുക്കിക്ക് ശരിക്കും ഈ ഒരു സെഗ്മെന്റിലാണ് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എക്സ്ക്രോസ് ആണെങ്കിൽ തന്നെ ഒരു ക്രെറ്റ റൈവൽ SUV എന്നും പറയാൻ പറ്റില്ല. കാരണം അതിപ്പോൾ ഡിസൈൻ വെച്ചാണെങ്കിലും ഒക്കെ തന്നെ ഒരു ക്രോസ് ഓവർ ടൈപ്പ് ലുക്സ് ആണ് അതിൻ്റെ. മാത്രമല്ല വാഹനം ഇപ്പോൾ ഇന്ത്യയിൽ അത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു വാഹനമല്ല സെയിൽസിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഇന്ത്യയിൽ SUV പോലെ ലുക്സ് ഉള്ള ഒരു ക്രെറ്റ റൈവൽ വാഹനം കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ തീർച്ചയായും അത് വർക്കൗട്ട് ആവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇപ്പോൾ അത് ടൊയോട്ടയുടെ കൂടെ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇത് ടൊയോട്ടയുടെ തന്നെ ഒരു പ്ലാറ്റ്ഫോമായ DNGAയിൽ ബേസ് ചെയ്തിരിക്കാനും സാധ്യതയുണ്ട്. ഇതിപ്പോൾ DNGA എന്ന് പറയുമ്പോൾ ഡൈഹാറ്റ്സിൻ്റെ പ്ലാറ്റ്ഫോമാണ്. അവർ കൂടുതലും ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. ടൊയോട്ടയുടെ ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി ഒരു പ്രീമിയം വേർഷൻ പ്ലാറ്റ്ഫോം വരുന്ന TNGA ആണ്. ഇനി ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പോകുന്നില്ല. ഞാനതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടോളൂ. അടുത്ത വാഹനം ന്യൂ ജനറേഷൻ ഓൾട്ടോ ആണ്. ഇതിപ്പോൾ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പല പ്രാവശ്യവും പല സ്ഥലങ്ങളിൽ വെച്ചും സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡിസൈൻ വൈസ് ഇതൊരു വളരെ ചെറിയ വാഹനത്തിൻ്റെ ലുക്സ് തന്നെയാണ് ഇതിന്. ഇപ്പോഴത്തെ ഓൾട്ടോയിലും കുറച്ചുകൂടി ഒരു ടോൾ ബോയ് ഡിസൈൻ ആയി പുതിയ ഓൾട്ടോയുടെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ പുറകിലത്തെ ഒരു ലുക്സൊക്കെ ഭയങ്കര ഒരു ടോൾ ബോയിഷ് ആയി. മാത്രമല്ല ടെയിൽ ലാംപ്സ് ആണെങ്കിലും ഇപ്പോൾ ഉള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഒരു സ്ക്വയർ പോലത്തെ ഡിസൈനായി. കൂടുതലും എസ്പ്രസോ ഇൻസ്പയർഡ് ടെയിൽ ലാംപ്സ് ആണ് എന്ന് വേണമെങ്കിൽ ഈ വാഹനത്തിന് പറയാം. ഈ വാഹനത്തിൻ്റെ ലോഞ്ചും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 2022 അവസാനത്തോടു കൂടി, അതോ അല്ലെങ്കിൽ 2023 ബിഗിനിങ്ങിലാണ്. ഇതിപ്പോൾ ശരിക്കും ഒരു പുതിയ ജനറേഷൻ മോഡൽ ആയതുകൊണ്ട് ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഒക്കെ മാറും. ഇതിപ്പോൾ ഹാർട്ടെക് പ്ലാറ്റ്ഫോമിലേക്ക് ഇനി ഇതിൻ്റെ ഓവറോൾ പ്ലാറ്റ്ഫോം മാറും. ഇതിപ്പോൾ ഹാർട്ടെക് പ്ലാറ്റ്ഫോമിലല്ല, പക്ഷെ എന്നാലും സേഫ്റ്റി ഒന്നും ഈ വാഹനത്തിന് അങ്ങനെ കാര്യമായിട്ടില്ല. പക്ഷേ സേഫ്റ്റിയെ പറ്റി പറയാനും പറ്റില്ല, കാരണം ഇതൊരു എൻട്രി ലെവൽ ഹാഷ് ബാക്ക് ആണ്. അപ്പോൾ ഇതിൻ്റെ സേഫ്റ്റിയുടെ അതിൻ്റെതായ ലിമിറ്റേഷൻസ് തീർച്ചയായിട്ടുണ്ട്. അതിപ്പോൾ ഈ സെഗ്മെൻറ്റിൽ വരുന്ന ഏതൊരു വാഹനത്തിൻ്റെ ആണെങ്കിലും ആ ഇഷ്യൂസ് ഉണ്ട്. ടിയാഗോ സേഫ് ആണെന്ന് പറയരുത്, കാരണം ടിയാഗോ ഈ സെഗ്മെൻ്റ് അല്ല. ഇതിലും വില കൂടുതലാണ് ടിയാഗോയ്ക്ക്. ഇനി ഈ വാഹനത്തെ പറ്റിയും ഞാനിവിടെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. ഞാൻ ഇതിൻ്റെ ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ ആ വീഡിയോ കണ്ടോളൂ. എനിവേ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.